നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഷൈൻ. ഈ വീഡിയോയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതേപോലെ തന്നെ ഗിറ്റാറിൽ എങ്ങനെ ലെഫ്റ്റ് ഹാൻഡിലെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് നോട്ട്സ് അഥവാ സ്വരങ്ങൾ എങ്ങനെ പ്ലേ ചെയ്യാമെന്ന് നോക്കാം. അതേപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ഗിറ്റാറിൽ വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഗിറ്റാറിൽ നോട്ട്സ് വായിക്കുന്നതിന് മുമ്പേ ആദ്യമായി പിക്ക് കറക്റ്റായ രീതിയിൽ പിടിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് എങ്ങനെയാണ് പിക്ക് അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മളൊരു ഹാഫ് തംസപ്പ് ഒക്കെ ഇങ്ങനെ പിടിക്കുന്ന ഈ ഒരു രീതിയിൽ പിടിക്കുക. അതിനുശേഷം പിക്ക് എടുത്ത് ഈ ഒരു ഭാഗത്ത് വെക്കുക. അതിനുശേഷം തമ്പെടുത്ത് അതിൻ്റെ മുകളിൽ വെക്കുക. നമ്മൾ മിഡിൽ ഫിംഗർ വേണമെങ്കിൽ ഈ ഒരു ഫിംഗറിനെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. പിക്ക് ഹോൾഡ് ചെയ്യേണ്ടത് ഈ രണ്ട് വിരൽ ഉപയോഗിച്ച് പിക്ക് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം മിഡിൽ ഫിംഗർ ഈ ഒരു ഇൻഡെക്സ് ഫിംഗറിൻ്റെ മറ്റ് ഫിംഗേഴ്സ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ വെക്കുക. ഗിറ്റാറിൽ ലെഫ്റ്റ് ഹാൻഡ് വെക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ തമ്പ് എടുത്തിട്ട് ഗിറ്റാറിൻ്റെ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ബാക്ക് ഭാഗത്ത് ഗിറ്റാറിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ തമ്പ് ജസ്റ്റ് ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഫസ്റ്റ് ഫിംഗർ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഫിംഗർ, ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫിംഗർ, ഫോർത്ത് ഫിംഗർ. ഗിറ്റാറിൽ നമ്മൾ ഫിംഗേഴ്സ് നമ്പർ ചെയ്യുന്നത് 1, 2, 3, 4 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഫസ്റ്റ് ഫിംഗർ എടുത്തിട്ട് ഏറ്റവും മുകളിലത്തെ സ്ട്രിങ്ങിൽ ആ ഫ്രെട്ട് എന്ന് പറയുന്നത് ഇതിനാണ് മെറ്റ് ഫ്രെട്ട് എന്ന് പറയുക. ആ വെർട്ടിക്കലായിട്ടിരിക്കുന്ന അതിന് ഫ്രെട്ടിൻ്റെ തൊട്ട് പിന്നിൽ ഇവിടെ അമർത്തുക. അപ്പോൾ ഫസ്റ്റ് ഫ്രെട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പേസ് ഓർത്താൽ മതി. അപ്പോൾ ഈ ഒരു സ്പേസിൽ നമ്മൾ ഈ മെറ്റൽ ഫ്രെട്ടിൻ്റെ തൊട്ട് പിന്നിൽ ഇവിടെ അമർത്തുക. ഏറ്റവും മുകളിലത്തെ സ്ട്രിങ്ങിൽ സിക്സ്ത് സ്ട്രിങ്ങിൽ അമർത്തിക്കൊണ്ട് നമ്മൾ 4 ടൈംസ് വായിക്കുക. ആ സ്ട്രിങ് 1, 2, 3, 4. നമ്മൾ അമർത്തുന്നത് കറക്റ്റ് ആയില്ലെങ്കിൽ ചിലപ്പോൾ സൗണ്ട് ഡെഡ് ആയിട്ടുള്ളൊരു സൗണ്ടാണ് കിട്ടുക. അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്ത് നമ്മൾ ശരിക്കും അമർത്തി കഴിഞ്ഞാലേ നമുക്ക് ആ സ്ട്രിങ് അതിൻ്റെ മുകളിൽ തട്ടുള്ളൂ. ആ ഫ്രെട്ടിൻ്റെ മുകളിൽ തട്ടുമ്പോഴാണ് കറക്റ്റ് സൗണ്ട് കിട്ടുക. അതിനുശേഷം അടുത്ത വിരല് അടുത്ത ഫ്രെട്ടിൻ്റെ മുകളിൽ, അടുത്ത ഫ്രെട്ടിൻ്റെ തൊട്ട് പിന്നിൽ ആ സ്പേസിൽ വെക്കുക. തേർഡ് ഫിംഗർ അടുത്ത സ്പേസിൽ വെക്കുക. ഫോർത്ത് ഫിംഗർ അടുത്ത സ്പേസിൽ. ഇത് വായിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഈ ഫ്രെട്ടിന് ക്ലോസർ ആയിട്ട് വേണം വെക്കാൻ. വല്ലാണ്ട് അതായത് ഇതിനകത്ത് ഇതിനെ ഇതിന്റെ ഈ ഫ്രെട്ടിന്റെ തൊട്ടടുത്ത് ഇതിന് ജസ്റ്റ് കയറി പോകാൻ പാടില്ല. ഒരിക്കലും ഈ ഫ്രെട്ട് ഇതിന് നമ്മൾ കയറി പോകാം, നമ്മുടെ വിരല് ഫ്രെട്ടിന്റെ മുകളിലേക്ക് കയറി പോകാൻ പാടില്ല. ജസ്റ്റ് ഈ ഒരു സ്പേസിൽ ഇതിന്റെ കുറച്ച് അടുത്തായിട്ട് വെക്കുക. അതുപോലെ തന്നെ ഇവിടെ വെക്കുക, ഇവിടെ വെക്കുക. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ഗിറ്റാറിൽ ലെഫ്റ്റ് ഹാൻഡ് പ്രസ് ചെയ്യാൻ. ഒരിക്കലും ഇങ്ങനെ വായിക്കരുത്. ഈ വിരൽ ഇങ്ങനെ തൂക്കിയിട്ട് വായിക്കാനും പാടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കുറച്ചൊരു എളുപ്പമുണ്ടാവും. പക്ഷെ ഒരിക്കലും വിരൽ ഇങ്ങനെ തൂക്കിയിട്ട് കൊണ്ട് ഈ വിരൽ ഈ ഫിംഗർ ബോർഡിന്റെ മുകളിൽ ഒരിക്കലും വിരലുകൾ നമ്മളെ തമ്പ് ഒരിക്കലും ഇങ്ങനെ തൂക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് വായിക്കാൻ പാടില്ല. ഇത് തെറ്റാണ്. അതുപോലെ ഇങ്ങനെ വായിക്കുന്നതും തെറ്റാണ്. നമ്മുടെ ഈ ഫിംഗർ നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു മാങ്ങ പറിക്കുന്ന രീതിയിൽ നമുക്ക് വേണം, ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ഗിറ്റാറിന്റെ മുകളിൽ വിരലുകൾ പ്ലേസ് ചെയ്യാൻ. അതിനുശേഷം അതിനുശേഷം ഓരോ സ്ട്രിങ്ങിലും എല്ലാ വിരലുകളും ഉപയോഗിച്ച് 4 ടൈംസ് വായിക്കുക. ഏറ്റവും മുകളിലത്തെ 6th സ്ട്രിങ്ങിൽ 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4. അടുത്ത സ്ട്രിങ്ങിൽ അതുപോലെ തന്നെ 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4. നെക്സ്റ്റ് സ്ട്രിങ്ങിൽ 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4. അടുത്ത സ്ട്രിങ്ങിൽ അതുപോലെ തന്നെ 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1,
ഞാൻ കുറച്ച് സ്പീഡിലാണ് വായിച്ചത്. വളരെ സ്ലോയിൽ ഈ ഒരു സ്പീഡിൽ മാത്രമേ നിങ്ങൾ വായിക്കാൻ പാടുള്ളൂ. തുടക്കത്തിൽ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. വളരെ ക്ഷമയോടുകൂടി വളരെ സ്ലോ ആയിട്ട് ഒരേ താളത്തിൽ 4 ടൈംസ് വീതം വായിച്ച് പ്രാക്ടീസ് ചെയ്ത് പിന്നെ നമ്മൾ ഗ്രാജുവലായിട്ട് നമുക്കത് സ്പീഡ് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്പീഡ് കൂടും. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അതിനുശേഷം നമുക്ക് ഓരോ ഫ്രെറ്റിലും ഓരോ പ്രാവശ്യം ഓരോ ബീറ്റ് വീതവും വായിച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. തിരിച്ച് റിവേഴ്സും ഇതുപോലെ തന്നെ വായിക്കാവുന്നതാണ്. അപ്പൊ ഇതൊന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ചില സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അഥവാ BGM നമുക്ക് എന്നും പ്രിയപ്പെട്ടതായിരിക്കും. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്കത് കേൾക്കാൻ ഇഷ്ടം തോന്നും. അത്തരത്തിലുള്ള ഒരു BGM ആണ് വന്ദനം എന്ന ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഇലക്ട്രിക് ഗിറ്റാറിൽ ഒന്ന് കേട്ട് നോക്കാം. ഒരേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെ ഒരു സിനിമയിൽ പല സീനുകളിലും ഉപയോഗിക്കാറുണ്ട്. ടെമ്പോ കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാറുണ്ട്. ടെമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂസിക്കൽ വാക്കാണ്. ടെമ്പോ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു മ്യൂസിക്കിന്റെ സ്പീഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ടെമ്പോ കൂടുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് സ്പീഡ് കൂടുതലാണ് എന്നാണ് അർത്ഥം. ടെമ്പോ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സ്പീഡ് കുറച്ച് കുറയ്ക്കുക. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ടെമ്പോ ചിലപ്പോൾ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് പലതരത്തിലാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെയാണ് പല ഇൻസ്ട്രുമെന്റ്സിലും. ചിലപ്പോൾ വയലിനിൽ വായിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ഒരു ഫീൽ ആയിരിക്കില്ല ചിലപ്പോൾ ഗിറ്റാറിലോ വീണയിലോ അല്ലെങ്കിൽ ഫ്ലൂട്ടിലോ മറ്റ് ഇൻസ്ട്രുമെന്റിലൊക്കെ വായിച്ചാൽ നമുക്ക് കിട്ടുക. ചിത്രം എന്ന സിനിമയിലെ BGM നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അത് നമുക്ക് ഇലക്ട്രിക് ഗിറ്റാറിൽ ഒന്ന് കേട്ടു നോക്കാം.
ഗിറ്റാറിലൊരു ഇൻട്രോ മ്യൂസിക്കും പിന്നെ കുറച്ച് കോഡ്സും വായിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു ഗാനമാണ് നെഞ്ചുക്കുൾ പെയ്തിനും മാമഴി. അങ്ങനെ നമുക്ക് ഗിറ്റാറിലൊന്ന് കേട്ടു നോക്കാം.